Yes, thanks, Sanjana. Good afternoon. Good afternoon, sir. Harida, Marilyn, good afternoon. Farsana. Good afternoon, sir. Nisia, Sister Daisy Iglesias. Good afternoon. Salina, Aisha, Sahiba, Aftab, Nandini, good afternoon. Yes, I am very fine, Nancy. Okay, Nandini. Samira, good afternoon. നിങ്ങളുടെ നാട്ടില് ഇലക്ഷന്റെ പ്രചരണങ്ങളൊക്കെ കൊടുപ്പിക്കുന്നുണ്ടോ? യെസ്, ഓക്കെ 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 ഓക്കെ. നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പക്ഷമുണ്ടോ? പക്ഷമില്ലെങ്കിലും അത്യാവശ്യം ബോധമുണ്ട്. യെസ്, ഞാനത് പറഞ്ഞു വരികയായിരുന്നു. യെസ്. ഓ, രാഹുൽ ഗാന്ധി വന്നു സന്നിധാനത്തിന്. യെസ്, വെരി ഗുഡ്. അതായത് നല്ല ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് പറയാനുള്ളത്. കാരണം പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ ഗതി നമ്മളിവിടെ അനുഭവിക്കുന്നു. ശരിയല്ലേ? അപ്പൊ നമ്മൾ പറയും അത് നടക്കുന്നത് പശ്ചിമേഷ്യയിലല്ലേ, നമുക്ക് എന്താ കുഴപ്പമെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ അതിന്റെ കെടുതി അവിടെ നമ്മൾ അനുഭവിക്കുന്നു. യെസ്. അപ്പോ ഭരണകർത്താക്കൾ നല്ലതല്ലായെങ്കിൽ വരുന്ന പ്രത്യേകത ഏതാണ്? അതായത് യെസ് നന്ദിനി, ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആ യുദ്ധത്തിന്റെ കെടുതി നമ്മുടെ വീട്ടിലെ അടുക്കള വരെ എത്തി. വെരി ഗുഡ്, വെരി ഗുഡ് എക്സാം. കറക്റ്റ് ആണ്. അത് നമ്മുടെ അടുക്കളയിൽ എത്തി നിൽക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഒരു രാജ്യത്തുണ്ടായി നമുക്ക് എന്താണ് വിചാരിക്കും. പക്ഷെ അതൊന്നും അല്ല കാര്യങ്ങൾ. നമുക്ക് ചില പ്രോഡക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. അവർക്ക് ചില ഉൽപ്പന്നങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആശ്രയിക്കേണ്ടി വരും. ഒരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പൊ ഭരണകർത്താക്കൾ തമ്മിൽ സൗഹൃദവും സ്നേഹവും ഇതൊക്കെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ടു. യെസ്, നമ്മൾ ഈ പ്രൊഫഷണലിസം മാത്രം വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലേ നമ്മുടെ കയ്യിൽ കാര്യങ്ങൾ. അപ്പൊ അതിന് നമ്മുടെ എപ്പോഴും തീരും നല്ല ഭരണകർത്താക്കൾ. ഞാൻ ആരുടെ പേരല്ല പറഞ്ഞു, നല്ല ഭരണം ചിന്തിച്ച് എടുക്കുക. നേരത്തെ അവസാനം പറഞ്ഞ പോലെ അപ്പൊ നമ്മള് എനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല, എനിക്ക് പണിയെടുത്താൽ എനിക്ക് ജീവിക്കാം എന്ന് പറയുമ്പോ ഇതല്ല, അതിന്റെ അപ്പുറത്തേക്കും കാര്യങ്ങളുണ്ട്. നമുക്ക് അറിയണം എന്നുള്ളത് കറക്റ്റ്. ഞാൻ ഇതിൻ്റെ അതൊരു കാര്യം ചെയ്യാം. ചിത്രരചനയൊക്കെ അറിയാവുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ട്? അല്ലെങ്കിൽ അതിനോട് താല്പര്യമുണ്ടോ? വരയ്ക്കാൻ അറിയാവുന്ന ചിത്രങ്ങൾ ഫർസാനയുണ്ട്, നന്ദിനിയുണ്ട്, കുറച്ച് പേർക്ക്. ഓക്കെ 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 ഓക്കെ. നിങ്ങള് കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫറെ കുറിച്ച് കണ്ടിട്ടുണ്ടോ? കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഇല്ലല്ലേ? ഞാനിപ്പോ നമ്മുടെ യുദ്ധത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴേ അത് ഓർത്തേ പറഞ്ഞു കഴിഞ്ഞു. സംഭവം വേറൊന്നുമല്ല. കെവിൻ കാർട്ടർ എന്ന് പറഞ്ഞതിന് കേട്ടിട്ടുണ്ടല്ലേ? അത് തന്നെ നന്ദിനി. യെസ്, ഓക്കെ ഓക്കെ. അപ്പൊ കേട്ടിട്ടുള്ളവര് ഒരു ക്ലീഷ ആയിരിക്കും, കേൾക്കാത്തവർക്ക് വേണ്ടി പറയുന്നു. യെസ്, ഈ നമ്മള് അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു, കെവിൻ കാർട്ടർ. ഞാനൊരു ഓർമ്മയിലൊക്കെ പഠിച്ചു, പേരിന്റെ വ്യത്യാസം വരാം. കെവിൻ കാർട്ടറിന്റെ എന്റെ ഓർമ്മ അത് തന്നെ. യെസ്, കറക്റ്റ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രസിദ്ധമായ ഒരു ചിത്രം ഉണ്ടായിരുന്നു. സംഭവം ഇതാണ്, അദ്ദേഹം ഒരു ആഫ്രിക്കക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ നമ്മളിപ്പോ ചില ആളുകള് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി.
അപ്പൊ വന്യജീവികൾ മാത്രമായിരിക്കും അവരുടെ സ്പെഷ്യലൈസേഷൻ. ചില ആൾക്കാർ പ്രകൃതി. ഇദ്ദേഹം യുദ്ധങ്ങള്, കെടുതികള്, ദാരിദ്ര്യം അങ്ങനെയൊക്കെയുള്ള അതിന്റെ പിക്ചേഴ്സിലാണ് പുള്ളി എടുത്തുകൊണ്ടിരുന്നത്. ഫോട്ടോഗ്രാഫർ, ജേർണലിസ്റ്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ നമ്മൾ ചിലപ്പോൾ യുദ്ധങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങളൊക്കെ വന്ന സമയത്ത് ചില ക്ലീൻ പിക്ചേഴ്സ് നമ്മൾ കാണും. അപ്പൊ നമ്മളൊരു പക്ഷെ ചിന്തിക്കും ഇതൊക്കെ എങ്ങനെ എടുത്തു എന്ന് വിചാരിക്കും. അതൊക്കെ ചില ഫോട്ടോഗ്രാഫർമാര് ഓക്കെ ഫർസാന അവരുടെ ജീവൻ പണയം വെച്ച് അവരെടുക്കുന്ന ചിത്രങ്ങളാണ്. അവരുടെ പ്രൊഫഷണലിസത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യനാണ് ഈ കെവിൻ കാർട്ടർ. അപ്പൊ അദ്ദേഹം സുഡാനിലെ അയോഡ എന്ന് പറയുന്ന ഗ്രാമം, ഈ സംഭവം നടക്കുന്നത് 1993-ലാണ്. ആ ഗ്രാമത്തില് ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി അവിടെ ദാരിദ്ര്യവും പട്ടിണിയും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന രാജ്യമാണ് സുഡാൻ. ആ രാജ്യത്തിലെ ഈ കൊച്ചുകുട്ടി ഒരു പൊരിവെയിലത്ത് ഐക്യരാഷ്ട്രസഭയുടെ വിമാനം വരുമ്പോ ആ വിമാനത്തിൽ നിന്ന് ഇട്ടു തരുന്ന ഭക്ഷണ പൊതിക്ക് വേണ്ടി വിശന്ന് കാത്തു നിൽക്കുന്ന ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി കുറെ നേരം കാത്തു നിന്നിട്ട് വിമാനം വരാതെ നിന്ന് കഴിഞ്ഞപ്പോ അത് മുട്ടുകുത്തി അതിന്റെ കമ്മിൽ കിടക്കി തല വെച്ചിട്ട് അപ്പൊ ആ പൊസിഷൻ ഓർക്കാം. ഇങ്ങനെ ഈ കുട്ടി കമിഴ്ന്ന് കിടന്നപ്പോ ഇതിന്റെ പുറകില് ഒരു കഴുകൻ വന്നു. ആ കഴുകൻ വന്നു നിന്നത് കുട്ടിക്കും മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടിയെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ കഴുകൻ വന്നു. അപ്പൊ ഈ കഴുകനും ഈ കുട്ടിയും ഒരു ഫ്രെയിമിലാണ്. അതാണ് ഈ കാർട്ടർ ഫോട്ടോ എടുത്തത്. 20 മിനിറ്റ് വേണ്ടി വന്ന പുള്ളിക്ക് ആ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഇതാണ് ഉണ്ടായ സംഭവം. അപ്പോ ഇത് രണ്ടിന്റെ കൂടെ ഉൾപ്പെടുന്ന ഒരു ഫോട്ടോ പുള്ളി എടുത്തു. 20 മിനിറ്റോടെ ഫോട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കഴുകനെ ഒടിച്ചു കളയുകയും കുട്ടി എഴുന്നെഴുന്ന് പോവുകയും ചെയ്തു. യെസ്, ഇത് 1993 മാർച്ച് 26 ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രത്തില് ഈ ഫോട്ടോ അടിച്ചു. അപ്പോഴാണ് ലോകം ഒന്ന് ഞെട്ടിയത്. ഇത്രയ്ക്ക് ഭീകരമാണോ സുഡാനിലെ അവസ്ഥ? അപ്പൊ കുട്ടിയുടെ ഫോട്ടോ നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമത്. അപ്പൊ ഇത് രണ്ടും ഉണ്ടാവും. പക്ഷെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുട്ടി ഇങ്ങനെ കമിഴ്ന്ന് കിടക്കും, ചെറിയ കുട്ടി കമിഴ്ന്ന് കിടക്കുന്നതും പുറകില് ഒരു കഴുകം വന്നിരിക്കുന്നത്. അതാണ് ആ ഫ്രെയിമിന്റെ ഫോട്ടോ. അപ്പോ 93 മാർച്ച് 26, ചിലപ്പോ 26 അവിടെ ഞാൻ മുഖത്തിലെ പറഞ്ഞു, അന്നാണ് ഈ ഫോട്ടോ അച്ചടിച്ചു വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ആളുകൾ ഒരുപാട് ചർച്ചയും ഒരുപാട് വിവാദവും ആളുകളെ കുറിച്ച്, ഈ അവിടുത്തെ സുഡാനിലെ അവസ്ഥയെ കുറിച്ചൊക്കെ ഒരുപാട് ഇതൊക്കെ വന്ന സമയമുള്ളത്. വീണ്ടും ഇത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വന്ന് ഇയാളോട് ചോദിച്ച ഒരു ചോദ്യം, ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്നാണ്. ഇതിനകത്തൊരു കുട്ടിയില്ലായില്ലേ, ആ കുട്ടിക്ക് എന്ത് പറ്റി? ആ കുട്ടി ഇഴഞ്ഞെഴുഞ്ഞ് നീങ്ങിപ്പോയിന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ 1994 ഈ ചിത്രത്തിന് പുലിസർ പ്രൈസ് കിട്ടുകയാണ്. ലോകത്ത് കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ്. PULITZER പുലിസർ പ്രൈസ്. വലിയ എമൗണ്ട് ആണ്. അങ്ങനെ ഇദ്ദേഹത്തിന് പുലിസർ പ്രൈസ് കിട്ടി കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ഒരു പത്രപ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്തു. ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, കുട്ടി ഇഴഞ്ഞെഴുന്ന് പോയി എന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം പുള്ളി ചോദിച്ചത്, അവിടെ എത്ര കഴുകന്മാരുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ കാൾട്ടർ പറഞ്ഞു, ഒരു കഴുകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോ ആ പത്രപ്രവർത്തകൻ ചാടി എഴുന്നിട്ട് ആക്രോശിച്ചിട്ട് പറഞ്ഞു, ഒരു കഴുകനല്ല, അവിടെ 2 കഴുകനുണ്ടായിരുന്നു. അതിൽ ഒരു കഴുകന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ഇതാണ് പുള്ളി പറഞ്ഞത്. ഇങ്ങനെ പുള്ളി പറഞ്ഞപ്പോ അത് കാൾട്ടറുടെ മനസ്സിനെ ബാധിച്ചു. കാരണം നിങ്ങൾ അവിടെ നോക്കിയത് മനുഷ്യത്വമല്ല, നിങ്ങളുടെ പ്രൊഫഷണലിസമാണ്. മനുഷ്യത്വം കഴിഞ്ഞിട്ട് പ്രൊഫഷണലിസം ഉള്ളു. ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. ഇത് പുള്ളിയുടെ മനസ്സിൽ വളരെയധികം പിടിച്ചു കുലുക്കിയ സംഭവമാണ് ഈ കാർട്ടറുടെ. പിന്നെ നേരത്തെ നന്ദിനി പറഞ്ഞതുപോലെ, താങ്ക്സ് പറഞ്ഞതുപോലെ, ഈ പുലിസർ പ്രൈസ് കിട്ടിയ ഈ മനുഷ്യൻ അത് കിട്ടി 3 മാസം കഴിഞ്ഞപ്പോ
സൂയിസൈഡ് ചെയ്യണം, ആത്മഹത്യ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് യുദ്ധങ്ങളും പട്ടിണിയും ദാരിദ്ര്യവും മൃതദേഹങ്ങളും കണ്ടുമെടുത്തു. പിന്നെ നേരത്തെ ഞാൻ ഈ പറഞ്ഞ സംഭവം, അതായത് 2 കഴുകന്മാർ അവിടെ ഉണ്ടായിരുന്നു, ഒരു കഴുകന്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. യെസ്, ആ സംഭവം അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ ഭീകരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. യെസ്, അത് ഞാൻ വെറുതെ സന്ദർഭോചിതമായിട്ട് പുറത്തു. യെസ്, ഓക്കെ. അപ്പോ നമുക്ക് ചിന്തിച്ച് ശരിയായ ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കുക എന്ന് പറയും. ഈ അരിസ്റ്റോട്ടില് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു സംഗതി, ആ സംഗതി ഇതാണ്, വേറൊന്നുമല്ല, ഏറ്റവും നല്ല ഫോം ഓഫ് ഗവൺമെന്റ്, വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ്. നമുക്ക് വേണമെങ്കിൽ ജനാധിപത്യം എന്ന് പറയാം, അല്ലെങ്കിൽ മൊണാർക്കി, രാജ്യഭരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്യൂഡലിസം, ഫ്യൂഡൽ ലോഡ്സ് അവർ ഭരിക്കുന്നതെന്ന് പറയാം, ഓർ ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപതി ഭരിക്കുന്നതെന്ന് പറയാം, അല്ലെങ്കിൽ എലൈറ്റ് പീപ്പിൾ, കുറച്ച് ഏറ്റവും ബെസ്റ്റായ കുറച്ച് ആളുകൾ ഭരിക്കുന്ന ഗവൺമെന്റ്. അങ്ങനെ നമുക്ക് പല ഓപ്ഷൻസിൽ വിച്ച് ഈസ് ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവായ അരിസ്റ്റോട്ടിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അരിസ്റ്റോട്ടിൽ അതിന് പറഞ്ഞ മറുപടി ദ ബെസ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഈസ് മൊണാർക്കി. മൊണാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജഭരണം. രാജഭരണമാണ് ഏറ്റവും നല്ല ഭരണം. പക്ഷെ പുള്ളി ഒരു കാരണം കൂടി അതിന്റെ കൂടെ പറഞ്ഞു, പ്രൊവൈഡഡ് ദ കിങ് ഷുഡ് ബി ഏബിൾ ആൻഡ് ഓണസ്റ്റ്. രാജാവ് നല്ലവനും സത്യസന്ധനുമാണെങ്കിൽ രാജഭരണമാണ് നല്ലത്. പക്ഷേ രാജാവ് നല്ലവനും സത്യസന്ധനുമല്ലെങ്കിൽ ഇത്രയും ദുഷിച്ച ഭരണം വേറെ ഉണ്ടാവില്ല. ഈ രാജാവ് നല്ലവനും സത്യസന്ധനും അത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഭരിക്കുന്ന അധികാരികൾ നല്ലവരല്ല, അധികാര മേഖലയൊക്കെ ആണെങ്കിൽ അതിന്റെ റിസൾട്ട് അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളാണ്. യെസ്, ഇപ്പോ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ അവിടെയുള്ള ജനങ്ങൾ നടത്തുന്ന ഒരു ജാഥയുടെ ഫോട്ടോ ദേശീയ നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളല്ല, BBC ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ പറയുന്ന അവര് എഴുതി വെച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്, യു ആർ നോട്ട് എ കിങ്, യു ആർ എൻ ഇലക്ടഡ് പേഴ്സൺ. നിങ്ങളൊരു രാജാവല്ല, നിങ്ങളൊരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. യെസ്, അപ്പൊ ഡോണ്ട് ബിഹേവ് ലൈക്ക് എ കിങ്. രാജാവിനെ പോലെയല്ല, ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ്. നാളെ വേണമെങ്കിൽ ഈ ആളെ മാറ്റിയിട്ട് അടുത്ത വെക്കാം. യു ആർ എൻ ഇലക്ടഡ് പേഴ്സൺ, നോട്ട് എ കിങ്. നിങ്ങൾ രാജാവല്ല, അത് അവര് പറയുന്നത്. യെസ്, കാരണം ഇതിന്റെ വരാഴികൾ ആരും കൂടെ അനുഭവിക്കേണ്ടി വരും, അവിടെയുള്ള ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നമ്മൾ വിചാരിക്കും ഇതിന്റെ പ്രത്യാഘാതമല്ലേ, അത് വളരെ വലുതാണ്. അതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇക്കണോമിക്സ് ഉണ്ട്. ആ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമുക്ക് ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. ഹരിത ഒരു ലോഡ്ജ് നടന്നു. ഹരിതയുടെ കയ്യിൽ 10 പൈസയില്ല വിഷമിച്ചിരിക്കുന്നു. അപ്പോ ലോഡ്ജില് ഹരിത വന്നിട്ട് ആരും റൂം ബുക്ക് ചെയ്യാൻ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഹരിത അവിടെ ഇരിക്കുമ്പോ ഹരിതയുടെ ലോഡ്ജില് സീപ്പറായിട്ടുള്ള പെണ്ണ് വന്ന് ഹരിതയോട് പറയണം, മാഡം എനിക്ക് കഴിഞ്ഞ മാസത്തെ ശമ്പളം തന്നിട്ടില്ല. അപ്പൊ ഹരിത സമാധാനിപ്പിച്ചു, ഓക്കെ തരാം, വെയിറ്റ് ചെയ്യും. അപ്പൊ നോക്കിയപ്പോ എന്താണ്, സജിന അവിടെ വരെയാണ്, റൂം എടുക്കാൻ വരെയാണ്. അപ്പൊ സജിനെ പറയുന്നത്, ഞാൻ റൂം എടുക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ എനിക്ക് ആദ്യം റൂം ഒന്ന് കയറി നോക്കണം, നോക്കിയിട്ട് നല്ലതാണെങ്കിൽ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഹരിത സജിനോട് പറയാണ്, കുഴപ്പമില്ല, മുകളിൽ കയറി നോക്കിക്കോളൂ, പക്ഷെ നോക്കാൻ പോകുന്നതിന് മുമ്പ് 1000 രൂപ ഇവിടെ വെക്കണം, കെട്ടിവെക്കണം, ഡെപ്പോസിറ്റ് ചെയ്യണം. നിങ്ങൾ മുകളിൽ പോയി നോക്കിയിട്ട് റൂം ഇഷ്ടപ്പെട്ടാൽ ഈ 1000 രൂപ ഡെപ്പോസിറ്റ് ആയിട്ട് ഞങ്ങൾ ഇവിടെ കീപ്പ് ചെയ്യും. നിങ്ങൾക്ക് റൂം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1000 രൂപ തിരിച്ചു തരും, അപ്പൊ തന്നെ തിരിച്ചു തരും. അപ്പൊ സജിന എന്ത് ചെയ്യുന്നു, 1000 രൂപ ഹരിതയുടെ കയ്യിൽ കൊടുക്കുന്നു, മുകളിലേക്ക് റൂം നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോ ഹരിത വേഗം തന്നെ ആ സീപ്പർ പെണ്ണിനെ വിളിക്കുന്നു, എന്നിട്ട് പറയുന്നു,
നിനക്ക് ഞാൻ 1000 രൂപയ്ക്ക് തരാനുള്ള കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതാ 1000 രൂപ പിടിച്ചു കൊടുക്കുന്നു. അപ്പൊ അവര് വേഗം തന്നെ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ചൂല അവിടെ ഇട്ടുകൊണ്ട് പറയുന്നു, എനിക്ക് വരാട്ടോ, തൊട്ടപ്പുറത്തെ കടയിൽ പോകുന്നു. കാരണം കഴിഞ്ഞ മാസം അവര് കടയിൽ നിന്ന് സാധനം വാങ്ങിയതിന്റെ 1000 രൂപ കൊടുക്കാനുണ്ട്. ആ പൈസ അവർ അവിടെ കൊടുത്തു. യെസ്, അങ്ങനെ ആ കടക്കാരൻ അവിടെ നിൽക്കുന്ന സമയത്ത് അയാളുടെ വീട്ടിൽ പാല് കൊണ്ട് പോകുന്ന ഒരാളല്ലേ പോകുന്നു. അപ്പൊ ആ കടക്കാരൻ ആ പാൽക്കാരനെ വിളിച്ചു, എടേ കഴിഞ്ഞ മാസത്തെ നിന്റെ പൈസ എന്താ പിടിച്ചു 1000 രൂപ. ആ പാൽക്കാരന് കൊടുത്തു. ആ പാൽക്കാരൻ അപ്പോഴാണ് ഓർത്തത്, പണ്ട് ഹരിതയുടെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ വായ്പ വാങ്ങിയിട്ടുണ്ട്. അപ്പോ ആ പാൽക്കാരൻ ആ പൈസ കൊണ്ടുവന്ന് ഹരിതയെ കൊടുത്തു. ഇപ്പോഴേക്കും സജിന മുകളിൽ റൂം നോക്കാൻ പോയ സജിന ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് പറയുന്നു, എനിക്ക് റൂം ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്റെ പൈസ തിരിച്ചു തന്നേക്കെന്ന് പറയുന്നു. അപ്പൊ ഹരിത 1000 രൂപ എടുത്തു കൊടുത്തു. ഞാൻ ഈ പറഞ്ഞതുപോലെല്ലാം സംഭവിക്കുമെന്നല്ല, പക്ഷെ ഇതിന്റെ അകത്ത് ഈ 1000 രൂപ കൊണ്ട് വർക്ക് ചെയ്ത ഒരു സാധനമുണ്ട്. എത്ര പേരുടെ കയ്യിലൂടെ അത് കടന്നുപോയി. നമ്മൾ ഒരു 1000 രൂപ ബാങ്കിൽ ഇട്ടാൽ 20% അതിൻ്റെ അകത്ത് റിസർവ് മാറ്റിവെച്ച് 4999 രൂപ 99 പൈസയുടെ ബിസിനസ് ആണ് ബാങ്ക് നടത്തുന്നത്. 1000 രൂപയ്ക്ക് ബാങ്ക് നടത്തുന്ന ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4999 രൂപ 99 പൈസയുടെ ബിസിനസ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ 1000 രൂപ ബാങ്കിലിട്ടു, 1000 രൂപയുടെ 20% മാറ്റി വെച്ചു. എന്നിട്ട് ബി എന്ന് പറയുന്ന ഒരു ബാങ്കിന് ലോൺ കൊടുത്തു. ആ ബി എന്ന് പറയുന്ന ബാങ്ക് അതിന്റെ 25% മാറ്റി വെച്ചു റിസർവ് ആയിട്ട്. ബാക്കി എടുത്ത് സിക്ക് ലോൺ കൊടുത്തു. സി അതിന്റെ 20% മാറ്റി വെച്ചിട്ട് ഡിക്ക് കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോ 4999 പൈസയുടെ ബിസിനസ് അവിടെ നടക്കും 1000 റുപ്പീസിന്. അപ്പൊ ബാങ്കിൽ നടക്കുന്ന ട്രാൻസാക്ഷന്റെ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ അല്ല, ട്രാൻസാക്ഷൻ എമൗണ്ട് ഭയങ്കര വലുതാണ്. യെസ്, ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന കുറെ ഇക്കണോമിക്സുകളുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, ഇന്ത്യൻ ഗവൺമെന്റിനാണ് റിസർവ് ബാങ്കിന്റെ അധികാരമുള്ളത്. അപ്പൊ റിസർവ് ബാങ്കിന്റെ അധികാരമുള്ള ഇന്ത്യ ഗവൺമെന്റിന് റിസർവ് ബാങ്കോട് പറയാം, നോട്ടടിച്ചു എന്നിട്ട് കുറച്ച് സൂട്ട് കേസ് വാങ്ങിയിട്ട് എല്ലാവർക്കും 50 ലക്ഷം വെച്ച് സൂട്ട് കേസിലാക്കി ഇന്ത്യയിലുള്ള എല്ലാവരുടെ വീടുകളിലും 50 ലക്ഷം. കാരണം ബാങ്കിനോട് ഗവൺമെന്റ് പറഞ്ഞ് നോട്ടടിച്ചിട്ട് എല്ലാവർക്കും 50 ലക്ഷം കൊടുക്കുകയാണ്. എന്റെ ചോദ്യം ഇതാണ് മെർലിൻ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറും. 50 ലക്ഷം രൂപ വീതം എല്ലാവരുടെ വീട്ടിലും ഒരു സൂട്ട് കേസിൽ ഗവൺമെന്റ് എത്തിച്ചാൽ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നമ്മളാ പൈസ അതിപ്പോ കിട്ടിയിട്ട് അത് വെറുതെ വെച്ചിട്ട് കാര്യമില്ലല്ലോ. ദാരിദ്ര്യം മാറുമോ? ഡാൻസ് പറയുന്നത് ദാരിദ്ര്യം മാറൂല. ഓക്കെ, നമ്മൾ യൂസ് ചെയ്താല് ദാരിദ്ര്യം 50 ലക്ഷം വെച്ച് ഗവൺമെന്റ് കൊടുത്തേക്കുന്നത്. 50 ലക്ഷം രൂപ ഒരു സൂട്ട് കേസിലാക്കി മെർലിയുടെ വീട്ടിലും ഫർസാന്റെ വീട്ടിലും ഡാൻസി, ഫാത്തിമ, ഹരിത, സ്വപ്നപ്രിയ എല്ലാവരും വീട്ടിൽ കിട്ടി. നമ്മുടെ ഇന്ത്യയിലെ ദാരിദ്ര്യം മാറും? ഇതാണ് എന്റെ ചോദ്യം. മാറൂല, ഒന്നും കൂടി ദാരിദ്ര്യമാവുള്ളൂ. യെസ്, കാരണം ഇത് പരീക്ഷിച്ച രാജ്യങ്ങളുണ്ട്. ഇത് പരീക്ഷിച്ച രാജ്യങ്ങളുണ്ട്. പരീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ അത് പരാജയപ്പെട്ടു പോയി. അതായത് ഒരു രാജ്യത്ത് സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കാതെ പൈസ മാത്രം വർദ്ധിച്ചു കഴിഞ്ഞാൽ സാധനത്തിന്റെ വില ഭയങ്കരമായിട്ട് കൂടും. വളരെ ഭയങ്കരമായിട്ട് കൂടുമെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂടും. അതിന് വേറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒരു സ്ഥലത്ത് 2 പേരുണ്ടായിരുന്നു. ഒരാള് ഭയങ്കര മദ്യപാനിയായിരുന്നു, ഒരാള് ഭയങ്കര പിശുക്കനായിരുന്നു. അപ്പൊ പിശുക്കൻ എന്ത് ചെയ്യുന്നു? അയാൾക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു. മദ്യപാനി എന്ത് ചെയ്യുന്നു? അയാൾക്ക് കിട്ടുന്ന പൈസക്ക് എല്ലാ ദിവസവും കുപ്പി വാങ്ങിച്ചുകൊണ്ട് വരും, അത് കുടിക്കും, ഇവിടെ കുപ്പി അങ്ങനെ മൂലക്കൊണ്ടിടും. ഇങ്ങനെ പോകും. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഡിപ്രഷൻ വരുന്നത്. ഡിപ്രഷനിൽ സാമ്പത്തിക മാന്ദ്യം വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പണത്തിന്റെ മൂല്യം വളരെ കുറഞ്ഞു പോയി. ആ സമയത്ത് ഈ പൈസ സമ്പാദിച്ചു വെച്ച ആളില്ലേ, അയാള് ആ പൈസ കൊണ്ടുപോയി കത്തിച്ചു കളഞ്ഞു.
കാരണം ആ പൈസ കൊടുത്താലും ഒന്നും കിട്ടൂല. കാരണം അത്ര കണ്ട് വില അങ്ങോട്ട് വർദ്ധിച്ചു. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ സാധനങ്ങൾക്ക് എത്ര വില കൊടുത്ത് ചാക്കിന് പൈസ കൊണ്ടുപോയാലേ ചിലപ്പോൾ ചായ കുടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയാണ്. യെസ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ അയാൾ ആ പൈസ സേവ് ചെയ്ത് കൂടെ കത്തിച്ചു കളഞ്ഞു. അപ്പുറത്തെ കണ്ടുപിടിയില്ലേ, അയാൾ വലിയ പണക്കാരനെ. അപ്പൊ നിങ്ങൾക്ക് അയാൾ എങ്ങനെ പണക്കാരനായിരുന്നു? എല്ലാത്തിന്റെയും വില വർദ്ധിച്ചില്ലേ? എല്ലാത്തിന്റെയും വർദ്ധിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചപ്പോ ഈ കാലിക്കുപ്പികളില് അതിന്റെ വില വർദ്ധിച്ചു. അത് അയാൾ വിറ്റ് കഴിഞ്ഞപ്പോ അയാൾക്ക് കിട്ടിയ പൈസ നേരത്തെ അയാളെ കൂട്ടുകാരൻ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ ഇല്ലേ, അതിനേക്കാളൊക്കെ ഇരട്ടിന്റെ വില. യെസ്, 1930s, അത് 1930കളില് അമേരിക്കയില് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. അതായത് ആളുകൾക്ക് പണി ഉണ്ടാവില്ല, ബാങ്കുകൾ അടച്ചുപൂട്ടും, ഒരു സംഗതി ഉണ്ടാവില്ല, അതേപോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധി വരും. അത് വന്നു കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്കയില് പ്രസിഡന്റ് റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആവും. റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞു. അപ്പൊ അതേപോലൊരു അവസ്ഥയാണ് അമേരിക്ക. 1930s, 1930കളിലാണ് ഡിപ്രഷൻ വരുന്നത്. ആ ഡിപ്രഷൻ വന്നതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ആവുന്നത് റൂസ്വെൽറ്റ്, ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. അപ്പൊ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞതിന് ശേഷം ആദ്യം നടത്തിയൊരു പ്രസംഗമുണ്ട്. ഇപ്പൊ ലക്ഷക്കണക്കിന് ആളുകളാണ് അയാളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ വന്ന് പുള്ളി പറഞ്ഞൊരു വാചകമുണ്ട്. പല വാചകങ്ങൾ പറഞ്ഞൊരു വാചകം, പക്ഷെ അത് നമ്മുടെ ജീവിതത്തില് നമുക്ക് എടുക്കാവുന്നതാണ്. വാട്ട് വി ഹാവ് ടു ഫിയർ ഈസ് ഫിയർ ഇറ്റ്സെൽഫ്. നമുക്ക് ജീവിതത്തിൽ പേടിക്കേണ്ടത് പേടിയെ മാത്രമാണ്. നമ്മൾ ആ ഒരു വാക്ക് അമേരിക്കൻ ജനതയ്ക്ക് കൊടുത്ത ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് വളരെ വലുതാണ്. അപ്പൊ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അമേരിക്കയിലുള്ള ആളുകൾ തന്നെ ഇതേപോലത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയാവുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ആളുകൾ യു ആർ നോട്ട് എ കിങ്, യു ആർ ഓൺലി ആൻ എലക്ടഡ് പേഴ്സൺ എന്ന് പറയുന്നത്. യെസ്, നമ്മള് വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മദ്യപിക്കുക, പുകവലിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഇതുപോലെ തന്നെ ഒരു ലഹരിയാണ് അധികാരം. അത് നിങ്ങൾക്ക് അധികാരം ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് നമ്മൾ സഹവർത്തത്തിലാകും മനസ്സിലാവും. അധികാരം ചില ആളുകൾക്കില്ലേ, അതൊരു ലഹരിയാണ്. ജസ്റ്റ് ലൈക്ക് അത് ഹാർംഫുൾ ആയിട്ടുള്ള ലഹരി പോലെ തന്നെ ഒരു ലഹരിയായിട്ട് കൂട്ടിയെടുക്കുന്ന ആളുകളാണ്. അധികാരമില്ലാത്ത അവരെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാനായിട്ട്. യെസ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? യൂസ് യുവർ പവർ. നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക. യെസ്, എല്ലാവർക്കും വേണം. യെസ്, ഓക്കെ 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 ഓക്കെ. അധികാരം, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ്. പവർ കറപ്റ്റ്സ്, അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. യെസ്, ഇനി എന്റെ പ്രതീക്ഷ നിങ്ങളൊക്കെ അധികാരത്തിൽ വരണം. ഓക്കെ, താങ്ക്സ്. അതുകൊണ്ട് നോക്കി കണ്ട വോട്ട് ചെയ്യാം. യെസ്, ഓക്കെ 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 ഓക്കെ. നോക്കി കണ്ട വോട്ട് ചെയ്യും. വെരി ഗുഡ് വെരി ഗുഡ്. നേരത്തെ നന്ദിനി പറഞ്ഞ വാചകം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നന്ദിനി, പശ്ചിമേഷ്യയിലെ യുദ്ധം നമ്മുടെ അടുക്കളയിൽ വരെ എത്തി. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ഒരു വാചകത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായില്ല. യെസ്, കറക്റ്റ് ആണ്. പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം നമ്മുടെ അടുക്കള വരെ എത്തി. യെസ്, ദാറ്റ് ഈസ് വെരി കറക്റ്റ്. ഇപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഇത് എത്ര നാള് കഴിഞ്ഞിട്ടൊന്ന് റിക്കവർ ചെയ്തെടുക്കാനായിട്ട്, സാമ്പത്തികമായിട്ട് ആ ഒരു ലെവലിലോട്ട് വരണ്ടേ? നമുക്കറിയാം ലോകത്ത് എല്ലാ ഓക്കെ ഓക്കെ, അതായത് നന്ദിനി കറക്റ്റ്. എനിക്ക് മനസ്സിലായത് ഗ്യാസാണ് നന്ദി ഉദ്ദേശിച്ചത്, മനസ്സിലായി. ലോകത്തുള്ള കറൻസികൾ നമുക്ക് രണ്ടായിട്ട് വിഭജിക്കാം. വൺ ഈസ് സോഫ്റ്റ് കറൻസി, നെക്സ്റ്റ് ഈസ് ഹാർഡ് കറൻസി. ഈ ഹാർഡ് കറൻസി പെട്ടതാണ് ഗോൾഡ്, ഡോളർ, അങ്ങനെയുള്ള സംഗതികളൊക്കെ ആ ഹാർഡ് കറൻസി പെട്ടതാണ്. ആ കറൻസിയിലാണ് എപ്പോഴും കച്ചവടം നടക്കുന്നത്. ആ കറൻസിയിലാണ്. ഇപ്പൊ പണ്ട് ഈ പണത്തിന്റെ മൂല്യം മനഃപൂർവ്വം കുറച്ച് ഒരു പ്രാവശ്യം. അന്ന് അതിന് പറഞ്ഞിരുന്ന ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണത്തിന്റെ മൂല്യം കുറയ്ക്കുമ്പോൾ
എക്സ്പോർട്ട് കൂടുമെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും പണത്തിന്റെ മൂല്യം കുറക്കുമ്പോൾ എങ്ങനെയാണ് എക്സ്പോർട്ട് കൂടുന്നത്? അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും, അല്ലാത്തവരോട് ഞാൻ ഉദ്ദേശിക്കുന്നത് പണത്തിന്റെ മൂല്യം കുറച്ചു കഴിയും. അതായത് $1 is equal to $1 is equal to 60 rupees ആണ്. 60 ഇന്ത്യൻ രൂപ കൊടുക്കുമ്പോഴാണ് $1 നമുക്ക് കിട്ടുന്നത്. അത് പണത്തിന്റെ മൂല്യം കുറച്ചു കഴിഞ്ഞപ്പോ നമുക്ക് 60 രൂപ $1 കൊടുത്തു കഴിയുമ്പോ എക്കണോമിക്സ് അതിന്റെ കയ്യിൽ പോയി. യെസ്, ഒരു മിനിറ്റ്. $1 is equal to 60 rupees. ഓക്കെ, കറക്റ്റ് ആയിട്ട് $1 എന്ന് പറഞ്ഞാൽ 60 രൂപ എന്ന് വിചാരിക്കും. പണത്തിന്റെ മൂല്യം കുറച്ച് കഴിയുമ്പോൾ ഇനിയിപ്പോ $1 കിട്ടണമെങ്കിൽ 75 രൂപ കൊടുക്കുമെന്നായിരിക്കും. യെസ്, $1 കിട്ടണമെങ്കിൽ 75 രൂപ. ഇനി നമ്മൾ വിചാരിക്കാം പണത്തിന്റെ മൂല്യം കുറച്ച്, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചു. അപ്പൊ നമുക്ക് മനഃപൂർവ്വം ഒരു പ്രാവശ്യം കുറച്ചിട്ടുണ്ട് പണ്ട് മൻമോഹൻ സിംഗ് ഫിനാൻസ് മിനിസ്റ്ററി ആയിരിക്കുന്ന സമയത്ത്. അപ്പോ അതിന് പറഞ്ഞ കാര്യമാണ് എക്സ്പോർട്ട് കൂടുതൽ പറഞ്ഞത്. അത് എങ്ങനെയാണെന്നോട് കൂടി പറഞ്ഞേക്കാം. ഈ സമയത്ത് നമ്മുടെ വയനാടുള്ള ഒരു കർഷകൻ, അയാള് ഇവിടെ നിന്ന് $1 വില വരുന്ന കുരുമുളക് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ മുമ്പ് അയാൾക്ക് കിട്ടിയിരുന്നത് 60 രൂപയാണ്. പക്ഷേ പണത്തിന്റെ മൂല്യം കുറച്ചത് കൊണ്ട് ഇപ്പോ അയാള് $1 വില വരുന്ന കുരുമുളക് അമേരിക്കയോട് കയറ്റുമതി ചെയ്യുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നത് 75 രൂപയാണ്. ഞാൻ എക്സാമ്പിൾ ആയിട്ട് 5 രൂപ കൂട്ടിയിട്ടാണ്. യെസ്, അപ്പൊ നോക്കി, മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുമ്പോൾ എക്സ്പോർട്ട് കൂടുമെന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് കൂടും. പക്ഷെ ഇതിന് വേറൊരു എഫക്റ്റ് കൂടിയുണ്ട്. ആ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് വിദേശത്ത് നിന്ന് $1 വില വരുന്ന സാധനം നമുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ 60 രൂപ കൊടുത്താൽ മതി. ഇപ്പോ അവിടെ നിന്ന് $1 വില വരുന്ന സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എത്ര കൊടുക്കേണ്ടി വരും? 75 രൂപ. അപ്പൊ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇമ്പോർട്ട് കൂടുതലായിട്ടുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നം. നമ്മള് സെൽഫ് സഫിഷ്യന്റ് അല്ല. നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനവും ഉത്പാദിപ്പിക്കുകയാണെങ്കിൽ യു ആർ സെൽഫ് സഫിഷ്യന്റ്. അപ്പൊ നമുക്ക് വേറെ ആളെ ആശ്രയിക്കേണ്ടി വരല്ലേ? അപ്പൊ നമുക്ക് അവിടുന്ന് ഇമ്പോർട്ടാണ്. ഇതിനകത്ത് പ്രശ്നം. ഇതിനകത്ത് ഒരുപാട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ മിസൈലുകൾക്ക് അപ്പുറത്തേക്ക് കിടക്കുന്ന കുറെ സംഗതികളുണ്ട്. അതാണ് അതിന്റെ ഇക്കണോമിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് മിസൈലുകൾ നമുക്ക് കാണാൻ പറ്റും, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് ഇതിന്റെ പ്രത്യാഘാതങ്ങളില്ലേ യുദ്ധത്തിന്റെ, അത് ഭയങ്കര. വിദേശത്തു നിന്ന് കേരളത്തിലോട്ട് വരുന്ന പണത്തിന്റെ അളവൊക്കെ കുറയും. അതും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെ ബാധിക്കും. യെസ്, അപ്പോ കറക്റ്റാണ്. ശരിയായിട്ടുള്ള ആളുകളെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്. ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി സിനിമക്കൊക്കെ പോകാറുണ്ടോ? സിനിമക്കെന്ന് പറഞ്ഞാ പോയാണ്. സിനിമ കാണാറുണ്ടോ? പോട്ടെ, ഇനിയിപ്പോ സിനിമയ്ക്ക് പോണത് കിട്ടും. സിനിമ കാണാറുണ്ടോ ടിവിയിലോ? കാണാറുണ്ട്, വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. യെസ്. ഇതുവരെ കണ്ടതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് ഫിലിം? ഇതുവരെ കണ്ടതിൽ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു സിനിമ ഏതാണ്? ഉള്ളു നിൽക്കുന്നതല്ല കേട്ടാ, എന്റെ ഏതെങ്കിലും ഒരു ഭാഗമായാലും മതി. അങ്ങനെ ചോദിച്ചാ ഓർമ്മ നിൽക്കുന്നത്. ഏതാണ്? ഒന്നും ക്ലിയർ ആയില്ല ഫാത്തിമ. അതായത് പഴയ മൂവീസ് ഒക്കെ ഒരുവിധമൊക്കെ നമ്മൾ ആദ്യമൊക്കെ കാണാറുണ്ടായിരുന്നു. അതൊക്കെ ഒരുവിധം മനസ്സിൽ ഓർമ്മ നിൽക്കുന്നത്. അതിനകത്ത് ഏതാന്ന് പേര് പറയാമോ? ചിത്രം. ചിത്രം. ആ ചിത്രത്തിലെ കഥ ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ.
The story is based ആരാണ് മെയിൻ ആക്ട്രസ് മെയിൻ ആക്ടർ എന്നൊന്ന് പറഞ്ഞു. The story, the main actor was മോഹൻലാൽ. നായികയുടെ പേര് ചിത്രത്തിന്റെ നായികയുടെ പേരെന്താണ്? ആരെങ്കിലും പറഞ്ഞു കൊടുക്കൂ. രഞ്ജിനി. എന്താ സാർ? രഞ്ജിനി അല്ലേ? രഞ്ജിനി അല്ലേ? യെസ്, രഞ്ജിനി. അപ്പൊ നമുക്ക് പറയാം the hero of the film is മോഹൻലാൽ, heroine is ഇനി എന്തുകൊണ്ടാണ് ഫാത്തിമ സിനിമ ഇഷ്ടപ്പെടാനുള്ള കാരണം? അതുകൂടി ഒന്ന് പറഞ്ഞു. കാരണം ഉണ്ടാവില്ലേ? എന്താണ് ഫാത്തിമനെ അതിനകത്ത് പാട്ടായിരിക്കാം, ചിലപ്പോ വേറെ വല്ലതും എന്ത് അതിനെ ആകർഷിച്ച ഒരു സംഭവം ഉണ്ടാകും. ചിലപ്പോൾ സ്റ്റോറിയുടെ പ്രത്യേകതയായിരിക്കാം. വാട്ട് അട്രാക്റ്റഡ് ഫാത്തിമ ടു ദാറ്റ് ഫിലിം? അതിന്റെ സ്റ്റോറി എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, അപ്പൊ അത് പറയും. ഐ ലൈക്ക് ദ സ്റ്റോറി. സ്റ്റോറി ഓഫ് ചിത്ര മൂവി. യെസ്, ഓക്കെ. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടു. വേറെ എന്തെങ്കിലും? സോങ്സ് ഐ ലൈക്ക് ദാറ്റ് സോങ്സ് ചിത്ര മൂവി. ഓക്കെ, ഐ ലൈക്ക് ദ സോങ്, ദ ബ്യൂട്ടിഫുൾ സോങ് ഇൻ ദാറ്റ് ഫിലിം. ഓക്കെ. പിന്നെ അതില് മോഹൻലാലിന്റെ അഭിനയം, അതായത് ആക്ടിങ്. യെസ്, അപ്പൊ അത് പറയാം. ഐ ലൈക്ക് ദി പെർഫോമൻസ് ഓഫ് മോഹൻലാൽ. മോഹൻലാലിന്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായി. യെസ്, ഓക്കെ. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഫാത്തിമ സിനിമ ആദ്യം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വിചാരിച്ച ക്ലൈമാക്സ് ആയിരുന്നു സംഭവിച്ചത്? ഇത് കാണുമ്പോൾ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് വിചാരിക്കില്ലേ? ആ ക്ലൈമാക്സ് തന്നെയാണ് അതിനകത്ത് സംഭവിച്ചത്? അല്ല. യെസ്, അപ്പൊ അത് പറയും ഒരു അൺഎക്സ്പെക്ടഡ് ക്ലൈമാക്സ് ആയിരുന്നു. അൺഎക്സ്പെക്ടഡ് ക്ലൈമാക്സ് ആയിരുന്നു അതില്. അപ്പൊ അത് പറയാം. It was an unexpected climax in that film, so that also attracted me. എന്നെ ആകർഷിച്ചു. പിന്നെ അതിനകത്ത് മോഹൻലാലും രഞ്ജിനിയും അല്ലാതെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ്? നെടുമുടി വേണു. നെടുമുടി വേണുവിന്റെ കഥാപാത്രം. ഓ, യു ലൈക്ക് ദാറ്റ്. വെരി ഗുഡ്. ഓക്കെ ഫാത്തിമ, വെരി ഗുഡ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വെരി ഗുഡ് ഫാത്തിമ, നന്നായിട്ട് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഉണ്ടാകും. ആ സിനിമയുടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട, അതിപ്പോ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്നൊന്നുമില്ല, അല്ലാതെ നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളുടെ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമ എന്നെ ആലോചിച്ച് നോക്കുക. അതിന്റെ പാട്ട് അല്ലെങ്കിൽ അതിന്റെ ഗാനം, അതിന്റെ സ്റ്റോറി, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല ഇൻസിഡന്റുകൾ, അപ്പൊ അത് കാണാൻ പോയപ്പോൾ ഉണ്ടായ ഒരു കോമഡി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഡാൻസിന്റെ മനസ്സിലൊരു സിനിമയുണ്ട്. നമുക്ക് ഡാൻസിന്റെ മനസ്സിലെ സിനിമയ്ക്ക് ശേഷം ഹരിതയുടെ മനസ്സിലെ സിനിമയിലോട്ട് വരാം. പറയൂ ഡാൻസ്. One of my favorite movie, old Malayalam film is Valsalya, sir. Valsalya. Oh, it is directed by Cochin Hanifa, sir. Cochin Hanifa. Yes, okay. Yes, come on. Because Mammootty is my favorite actor. Yes, okay. And I love it because it is very emotional story about family, Yes. sacrifice and a deep bond between brothers. Oh, yes, very good. Then I really like Valsalya because Mammootty performance as a Raghavan, Meleduthu Raghavan Nair is a important character because അത് almostly touching in my heart. Okay, sir. ഡാൻസിക്ക് ഹാർട്ട് ടച്ചിങ് മനസ്സിലായി. കാരണം കറക്റ്റ് ആയിട്ട് ഡാൻസ് ചെയ്യാൻ പേര് ഓർത്തിരിക്കുന്നത് മേലയിടത്ത് രാഘവൻ നായർ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. Mammootty plays a selfless elder brother who work hard and support his whole family. Yes. That's how I love this movie. And lastly is mostly touching in my heart. Last scene, sir. Yes. Because he is living in a house and field. എന്ത് പറയണമെന്നറിയില്ല. ഓക്കെ. പിന്നെ പറയാന് പിന്നെ അതില്
Sometimes I hate Siddiq Rao. Yes. Then songs is very heart touchable songs. Then Yes. Nawaz, the father of Nawaz, he plays a good character and heart touching scenes like um, show പേരെന്തായിരുന്നു ഓർമ്മ ഉണ്ടായിരുന്നു Okay. Father Nawaz. So Okay. കവിയൂർ പൂർണ്ണമ്മ, വിജയകുമാരൻ, സിദ്ദീഖ്, ഗീത, Cochin Hanifa, sorry, Sunita, almost all are made her own roles is good, sir. And Yes. the one of the main, one of the most one of the most heart touching story. I really see that movie, sir. Cochin Hanifa, director, and Lohita Das, writer, and so many songs are also heart touching, sir. Yes. Okay. That's all, sir. Very good. That's it. നന്നായിട്ട് പറഞ്ഞു. Very good. Very good. ഡാൻസിനെ മനസ്സിനകത്ത് സ്പർശിച്ചിട്ടുണ്ടെന്ന് ഡാൻസിലെ വാക്കുകൾ മനസ്സിലാക്കി. കാരണം ഓരോ കഥാപാത്രത്തിന്റെ പേര് പോലും ഡാൻസി കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് കരഞ്ഞിട്ടുണ്ട് സർ ആ പടം കണ്ടിട്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഹരിത കഴിഞ്ഞാല് നന്ദിനിയിലോട്ട് വരാം കേട്ടോ. നന്ദിനി, ഗെറ്റ് റെഡി. ഓക്കെ, ഹരിത പറയൂ. ഹരിത, യെസ്, ഹരിത ചിലപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഹരിത വന്നു. സാർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വെള്ളിമൂങ്ങയാണ്. ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ പോയി കാണുന്ന, ഹസ്ബൻഡുമായിട്ട് കാണുന്ന ഫസ്റ്റ് പടമാണ് വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ? യെസ്, ഫസ്റ്റ് മാരേജ് കഴിഞ്ഞ ഫസ്റ്റ് ആദ്യമായിട്ട് തിയേറ്ററിൽ ഞാൻ എക്സ്പീരിയൻസ് കാണുന്ന പടമാണ് വെള്ളിമൂങ്ങ. ഫസ്റ്റ് ആദ്യമായിട്ട് പോകുന്ന പടം. ഇതുവരെ അതിനുശേഷം പോയിട്ടേ ഇല്ല. ഫസ്റ്റ് ഇതാണ് ആ സിനിമ കാണാൻ പോകുന്നത്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അപ്പൊ കല്യാണത്തിന് മുമ്പ് ഹരിത സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല? ഇല്ല, പോയിട്ടില്ല. അങ്ങനെ കൊണ്ടുപോയിട്ടില്ല. കൊണ്ടുപോയിട്ടില്ല. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് സിനിമ തിയേറ്ററിൽ പോയി ഭർത്താവിനൊപ്പം കാണാനുള്ള ഭാഗ്യമുണ്ടായി. വെരി ഗുഡ്. ആ സിനിമ അത് ഏറ്റവും ഒരു കോമഡി പടമായിരുന്നു. ഫുള്ള് ഇതല്ല, കോമഡി ആയിരുന്നു. എന്നാലും അത് ഇടയ്ക്ക് ഇതും ഉണ്ട്, സാഡ്നെസ്സും ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്ത പടമായിരുന്നു. ഈ ബിജുമേന്റെ ക്യാരക്ടറാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് ആ ഒരു സിനിമയ്ക്കകത്ത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു തിയേറ്ററിൽ പോയി കാണുന്നത്. ഇതുവരെ പോയിട്ടേ ഇല്ലായിരുന്നു. ഞാൻ കഴിച്ചോട്ടെ, ഈ വെള്ളിമൂന്നിന് ശേഷം പിന്നെ എപ്പോഴേക്കും സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടോ? പിന്നെ പോയി കണ്ടത് മോനുമായിട്ടുള്ളത്, പിന്നെ വില്ലൻ, പിന്നെ കുറെ സിനിമ പിന്നെ പോയി കണ്ടു. വില്ലൻ കണ്ടു. പിന്നെ ഇപ്പം ലാസ്റ്റ് കണ്ടത് ആട് 3 ആണ് ലാസ്റ്റ് കാണാൻ പോയ പടം. സ്റ്റാർട്ട് ചെയ്യാൻ മാത്രം ചെറിയ കുഴപ്പമുണ്ടായോന്ന് തോന്നുന്നു. ഇല്ല, പിന്നെ അവരുടെ കൂടെ പോയി, അവരോടൊപ്പം ഇരുന്ന് അവര് അച്ഛനെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോയി കാണിക്കും. എന്നാലും ഏട്ടനിപ്പം മെഡിക്കൽ ബാൻഡ് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് മിക്കപ്പോഴും കാണത്തില്ല വീട്ടിൽ. ഉള്ളപ്പം ഞങ്ങൾ സാറ്റർഡേ സൺഡേ ഉണ്ടെങ്കിൽ പറഞ്ഞ് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ട് കാണിക്കും. ആദ്യത്തെ ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ പോകുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ് പോകുന്നത് ആ പടം കാണാനാണ്, വെളിവും കാണാനാണ്. പിന്നെ അതിലും പോയിട്ടേ ഇല്ല. തിയേറ്റേഴ്സിൽ Okay, Harida, very good, very good. But the favorite film of Harida is Vellimunga. Okay, very good. Apo Merlin, you get ready for the Nandini. Good afternoon, sir. Yes, good afternoon. Sir, my ever-time favorite movie is one Hindi film called Tare Zameen Par. Yes, Hindi film. Okay. It was not. I didn't watch the movie in the theater. It was shown by my in the school, because many parents should watch the film, because many of them are thinking what the parents did not gain, that should be taken by that should be gained by their children. So they're pressurizing like academic is the only thing. So the way they treat the child. So after that he goes to the boarding, but what he does not want to, but he was forced at that age, small age. Then whatever he's suffering in that time. Yes. And then the teacher, that Amir Khan, he recognizes his talent, what it is, and his potential, what it is. And Yes. he makes as a person, because he was very shy. He does not want to face any of them. He does not want to mingle or talk with anyone. But that teacher is the person who
makes him to come overcome everything, and he'll become a talented boy also. Yes. So I watch the film every year, sir. At least yearly once I watch that, because it's really had touched my heart in that age itself. It was in 2007 or 8, something like that. Yes. I was very small, but still I watch the movie yearly once. That's my favorite movie. The way of making, the expressions, and still we remember each scene. Yes. Okay. Okay. Very good. Very good. Very good. Appa cinema this film ആണ് favorite film. Okay. 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 Very very good. Very good. Very good. Sister Daisy Cletus. ഒരു സിനിമ പാടിയത് കണ്ടതെന്ന് ഓർത്ത് വെച്ചോളൂ. Yes. മെർലിൻ പറഞ്ഞോളൂ. My favorite movie is Vellam. This Vellam. movie formed in 2021. This movie actor named Jayasuriya, actress named Yes. Samyukta. This movie is the real life subject. Yes. The film portrays his transformation from a hopeless alcoholic who caused pain to his family into a successful businessman. Oh, very good. Very good, Merlin. Vellam is critically acclaimed movie that is known for its portrayal of addiction and its aftermath. I felt sad when I saw the circumstances that man was going through after recovery alcoholic period. I felt sad when I saw everyone respecting him, but he will win. This movie very touched in my heart. Oh, very good, very good, very good. Okay. എനിക്ക് ഇതൊക്കെ അവിടെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. വെരി ഗുഡ്. സിസ്റ്റർ ഡെയ്സി ക്ലീറ്റസ്. പണ്ട് എപ്പോഴെങ്കിലും കണ്ട സിനിമ, എപ്പോഴെങ്കിലും കണ്ട സിനിമ മനസ്സിലുണ്ടോ? No, sir, I am not remembering at all, because before 2002, I think I went there to watch a movie, no? After that, no, so I am not remembering any movie. ഇപ്പൊ അങ്ങനെ ഉള്ളത് പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് മാത്രമാണ് അല്ലേ? No, not like that, but I am not remembering any movie. Okay, okay, no problem, no problem. ഫാത്തിമത്തെ. Yes. Okay, very good, very good. Yes. അപ്പോ ഇനിയിപ്പോ നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കാം. Yes. യെസ്. അപ്പൊ ഒരു 5-6 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിന്റെ ഫസ്റ്റ് ലെറ്റർ ആർ ആണ്. ആർ മീൻസ് റെഡ്. ആർ. ചോദ്യം ഇതാണ്: an elastic substance made from sap. Tasneer, Merlin, Fatima, Bibi. Nancy, Merlin, Fatima. Correct answer ആണ്. That answer is rubber. The answer is rubber. Yes. Fatima. Yes. Next. Next question. A red gemstone. A red gemstone. Nandini, Nancy, Asha. Merlin. Yes. Nandini, Tansi, Merlin. Nancy and Merlin.
Okay, okay, okay. Yes, very good, very good. Correct answer. The answer is Ruby. Ruby. Next question. Another English question, English meaning another word for damage or spoil. Another word for damage or spoil. Right. നശിക്കുക എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അനദർ വേർഡ് ഫോർ ഡാമേജ് ഫോർ അവശിഷ്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. കറക്റ്റ് ആണ്. റെസ്റ്റ്. യെസ്, മെർലിൻ ഇസ് എ കറക്റ്റ് ആൻസർ. മെർലിൻ. മെർലിൻ, താൻസി. താൻസിയുടെ രണ്ടുപേരുടെ ഇടയിൽ ആരായിരുന്നു? മെർലിൻ, ഹരിത. ഹരിത. യെസ്. റൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവശിഷ്ടം എന്നാണ്, ഡാമേജ്. യെസ്. അടുത്തത്. A strong alcoholic drink. A strong alcoholic drink. Nandini, Nancy, Fatima. Fatima തന്നെ Fatima ബീവിയാണ്. Nandini. എന്തോ? സാറ് ഞാനിപ്പോ വന്നതേ ഉള്ളൂ. ഫസ്റ്റ് ലെറ്റർ ആറാണോ? കേട്ടില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളായിരുന്നു. ഫസ്റ്റ് ലെറ്റർ ആറാണോ? ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാത്തിമ ബീവി. യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റമ്മ കേട്ടോ. അറിയില്ല. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻഫോർമേഷൻസ്. എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്. ഇൻഫോർമേഷൻസ് ദാറ്റ് സ്പ്രെഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ. നന്ദിനി, ആശ, താൻസി. നന്ദിനി, ആശ, ആശ ആൻഡ് താൻസി. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദ്യം പോലും മുഴുവനാക്കി, ആൻസർ വന്നു. യെസ്. ഓക്കെ ഹരിത, ചോദ്യം ഇതായിരുന്നു. ഞാൻ ചോദ്യം വെറുതെ പറഞ്ഞേക്കാം. ഇൻഫർമേഷൻ ദാറ്റ് സ്പ്രെഡ് ടു ലോട്ട് ഓഫ് പീപ്പിൾ ബട്ട് മേ നോട്ട് ബി ട്രൂ. ചോദ്യം. അടുത്തത്. എ കാർഡ് ഗെയിം. കാർഡ് ചീട്ട്. എ കാർഡ് ഗെയിം പ്ലേസ് try to form. Yes. Asha, Nancy, Nandini. Asha, Nancy and Nandini. Correct ആണ്. റമ്മിയാണ് ആൻസർ. അതും ഞാൻ മുഴുവനാക്കിയില്ല. അതിനുള്ളത് ഉത്തരം വന്നു. ചോദ്യം ഞാൻ വെറുതെ പറഞ്ഞേക്കാം. എ കാർഡ് ഗെയിം പ്ലേയേഴ്സ് ട്രൈ ടു ഫോം sets, SCTS, or sequences of cards. Yes. Next. To jog. Jog really fast. Jog really fast. FAST. Nandini, മെർലിൻ, ഫാത്തിമ. സാർ ഞാനും ആൻസർ എന്താ സർ? ആൻസർ എന്താ സർ? പെണ്ണല്ലേ? തൻസി. തൻസി. ഓക്കെ 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 ഓക്കെ. മെർലിൻ, തൻസി. ഓക്കെ 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 ഓക്കെ. ഓക്കെ റണ്ണല്ലേ സാർ? ഓക്കെ ഓക്കെ. റണ്ണാണ്. റൺ. ഓക്കെ. സാർ ആൻസർ എന്താണ്? റണ്ണല്ലേ? റണ്ണാണ്. സാർ ആരെയൊക്കെയാണ് എഴുതിയേക്കുന്നത്? നന്ദിനി, തൻസി, ഫാത്തിമ. മെറിൽ എഴുതിയേക്കുന്നത് റോക്ക് അല്ലേ? സാർ എഴുതി പറഞ്ഞേ.
യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, the unit of money in India. Nancy, Nandini, Asha. Nancy, Nandini, Asha. Correct answer is rupiah. Rupiah. Correct answer. Yes. ചോദ്യം ഇതാണ്, a road, ROAD, road where planes take off. A road where planes take off. Nandini, Nancy, Asha. Nandini, Nancy, Asha. Is the correct answer? The answer is a runway. Runway. Okay, okay. അടുത്ത ചോദ്യം ഇതാണ്, another word for law, 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 നിയമം. Another word for law. Nandini, Asha, Fatima. Nandini, Asha, Fatima. Correct answer ആണ്. The answer is rule. Rule. അടുത്തത്, ചോദ്യം അവസാനിപ്പിക്കാം. A hard dry biscuit. A hard dry biscuit. Biscuit. Asha. Okay. Nancy, Asha, Nandini. Nancy, Asha, Nandini. ശരിയാണ്. റസ്ക് ആണ്, റസ്ക്. യെസ്. അപ്പൊ ഞാൻ കൂട്ടി നോക്കിയോട്ടെ. യെസ്. ഓക്കെ. അപ്പൊ പറയാം, ഹരിതക്ക് 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. മെർലിന് 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫാത്തിമയ്ക്കും 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഫാത്തിമ ബേബി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ മെർലിനും ഫാത്തിമയും 3-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ആഷയ്ക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. താൻസിക്ക് 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നന്ദിനിക്കും 9 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോ താൻസിയും നന്ദിനിയും 1-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, we will meet in the next class. അടുത്തൊരു മാസം കൂടി നമ്മൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, we will meet. Thank you, sir. Thank you, sir. 22 ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് 23 ആണ്. ഓക്കെ, താങ്ക് യു. Thank you, sir. Okay, thank you.